മഞ്ഞക്കുറ്റി ഓർമ്മയില്ലേ? നമ്മുടെ സമരം, കേരയിൽ വിരുദ്ധ സമരം. ആ സമരത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെടുകയാണ്. സമരത്തിൽ പങ്കെടുത്തവരുടെ വിചാരണ പൂർത്തീകരിച്ച് കോടതി ശിക്ഷ വിധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പദ്ധതി തന്നെ അനിശ്ചിതമായ സാഹചര്യമാണുള്ളത്. കേസിന്റെ കാര്യത്തിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കണം, ഇല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കുമെന്നും സമരസമിതി പറയുകയാണ്. നമുക്ക് അവരെ ഒന്ന് കേൾക്കാം. കേരളത്തിലുടനീളം കേരളിൻ്റെ പേരിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒട്ടേറെ കേസുകൾ, അതിൽ സ്ത്രീകളും കുട്ടികളും വരെയുള്ള കേസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കണമെന്നാണ്. കാരണം ഓരോ കേസിനും ഞങ്ങളിങ്ങനെ നിരന്തരമായി കേസ് നടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ജനവിരുദ്ധ വികസനങ്ങൾക്കെതിരെ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്ന ഒരു സമരമാണ് കേരളയിൽ സമരം. അതുകൊണ്ട് ഞങ്ങൾ അതിൽ ശക്തമായി പ്രചരണങ്ങൾ നടത്തും. ഈ ജൂലൈ 30 സെക്രട്ടേറിയറ്റിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം കേരളയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുന്നു. സിനോജ്, ഗുഡ് ഈവനിംഗ്. കേസുകൾ പിൻവലിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ എങ്ങനെ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതോ സമരസമിതി അടുത്ത സമരത്തിലേക്ക് പോകുമോ തെരഞ്ഞെടുപ്പ് കാലത്ത്? സുജയ പർവ്വതി, ഗുഡ് ഈവനിങ്. അതായത് മഞ്ഞക്കുറ്റികൾ ആരും മറന്നു കാണില്ല. ഈ സർവേക്ക് വേണ്ടി എത്തിയ ഘട്ടത്തിൽ മഞ്ഞക്കുറ്റികൾ പിഴുതെടുത്ത് കടലിലും പുഴയിലൊക്കെ തന്നെ കൊണ്ടിടുന്നത് വലിയ സമരമുണ്ടായതാണ്. ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 164-ലധികം കേസുകളാണ് പോലീസ് എടുത്തത്. അതിൽ ഒരു കേസിൽ കോഴിക്കോട് ജില്ലാ കോടതി കഴിഞ്ഞ ദിവസം 6 പേരെ ശിക്ഷിച്ചിരുന്നു. അതായത് കോടതി പിരിയും വരെ കോടതിയിൽ നിൽക്കാനൊപ്പം തന്നെ 2700 രൂപ പിഴ ഈടാക്കാനുമാണ് കോടതി ശിക്ഷിച്ചത്. അങ്ങനെ ഓരോ കേസിലും കോടതി ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് സർക്കാർ ഈ കേസ് പൂർണ്ണമായി പിൻവലിക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സമരസമിതി. പക്ഷേ സർക്കാർ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ആ ഘട്ടത്തിലാണ് സമരസമിതി വീണ്ടും ഈ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസം 30 സെക്രട്ടറിയേറ്റിന് മുൻപിൽ സമരം നടത്താനാണ് തീരുമാനം. ആ സമരത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ വേണ്ടി പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കൂടി പിന്തുണയോടുകൂടി ഈ വിഷയം ചർച്ചയാക്കുമെന്നാണ് സമരസമിതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാർ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടുമില്ല. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസ് ആണ്.